സോ ഫസ്റ്റ് ഈസ് ഇൻറ്റിജർ അരിത്മെറ്റിക്. അപ്പോൾ ഇൻറ്റിജർ അരിത്മെറ്റിക് നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് വേണ്ട നമുക്കൊരു സെറ്റ്, ആ സെറ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻസ്. സോ ഇവിടെ ഏറ്റവും പ്രിലിമിനറി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ഇസഡ്. അപ്പോൾ ഈ ക്യാപിറ്റൽ ഇസഡ് എവിടെയെങ്കിലും യൂസ് ചെയ്ത് കണ്ടാൽ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഇൻറ്റഗ്രൽ നമ്പേഴ്സ് ഫ്രം നെഗറ്റീവ് ഇൻഫിനിറ്റി ടു പോസിറ്റീവ് ഇൻഫിനിറ്റി. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സ് മുതൽ നെഗറ്റീവ് ഇൻഫിനിറ്റി മുതൽ പോസിറ്റീവ് ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ നമ്പേഴ്സുമാണ് ഈ ഇസഡ് എന്ന് പറഞ്ഞ സെറ്റിനുള്ളിൽ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇസഡ് എവിടെയും നമ്മൾ മെൻഷൻ ചെയ്താൽ അതിൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഉള്ള വാല്യൂസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട സെറ്റായി. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്, ഈ സെറ്റിൽ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ. അപ്പോൾ ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബൈനറി ഓപ്പറേഷൻസ്. ബൈനറി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 2 ഇൻപുട്സ് എടുത്തു, കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് തന്നു. സോ ബൈനറി ഓപ്പറേഷൻ ടേക്സ് 2 ഇൻപുട്സ് ആൻഡ് ക്രിയേറ്റ്സ് 1 ഔട്ട്പുട്ട്. 3 കോമൺ ബൈനറി ഓപ്പറേഷൻസ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്: അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി ഈ ഓരോ ഓപ്പറേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻപുട്ട് ഇസഡ് നിന്നാണ് എടുക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടും എന്തായിരിക്കണം, ആ ഇസഡ് എന്ന് പറഞ്ഞ സെറ്റിലെ തന്നെ മെമ്പർ ആയിരിക്കണം. അപ്പോൾ ഈച്ച് ഓഫ് ദിസ് ഓപ്പറേഷൻ ടേക്സ് 2 ഇൻപുട്സ് എ ആൻഡ് ബി ആൻഡ് ക്രിയേറ്റ്സ് 1 ഔട്ട്പുട്ട് സി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻപുട്ട്, ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട് സെറ്റ്. രണ്ടും സെയിം സെറ്റാണ്, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഇനി എയും ബിയും നമ്മൾ ഈ സെറ്റിൽ നിന്ന് എടുക്കുന്ന 2 വാല്യൂസ്, അതിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് 3 അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ഇനി അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്ത് കിട്ടും, വി വിൽ ഗെറ്റ് എ സിംഗിൾ ഔട്ട്പുട്ട് വാല്യൂ സി. ദ ഔട്ട്പുട്ട് ഓൾസോ ഗോസ് ഇൻ ടു സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെറ്റിൽ തന്നെ മെമ്പർ ആയിരിക്കും ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ 3 ഓപ്പറേഷൻസ് നമ്മളിവിടെ പറഞ്ഞുള്ളൂ. നമ്മൾ ഡിവിഷൻ ഓപ്പറേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് അതിനെ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിവിഷൻ എ ഡിവൈഡ് ബൈ ബി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു ആൻസറിൽ 2 ഔട്ട്പുട്ട്സ് നമുക്ക് കിട്ടും. ഒരു കോഷ്യൻറ്റും കാണും, ഒരു റിമൈൻഡറും കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിനെ ഈ ഒരു ഫോമിലല്ല നമ്മളതിനെ ഫിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി വിൽ സി ഇൻറ്റിജർ ഡിവിഷൻ. അപ്പോൾ ഇൻറ്റിജർ അരിത്മെറ്റിക്കിൻ്റെ കേസിൽ ഇഫ് വി ഡിവൈഡ് എ ബൈ എൻ, ഈ എ എന്ന് പറഞ്ഞ നമ്പറിനെ എൻ ഉപയോഗിച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യൻ്റാണ് ക്യൂ, റിമൈൻഡറാണ് ആർ. സോ എ ഈസ് കോൾഡ് ദ ഡിവിഡൻഡ്, എൻ ഈസ് ദ ഡിവൈസർ, ക്യൂ ഈസ് ദ കോഷ്യൻ ആൻഡ് ആർ ഈസ് ദ റിമൈൻഡർ. അപ്പോൾ എയെ എൻ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, ക്യൂ എന്ന് പറയുന്ന കോഷ്യൻ്റ് കിട്ടി, ആർ എന്ന് പറയുന്ന റിമൈൻഡറും കിട്ടി. അപ്പോൾ ഈ ഒരു റിലേഷനെയാണ് നമ്മൾ ഡിവിഷൻ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഷൻ റിലേഷൻ എന്നേ പറയുന്നുള്ളൂ, ഒരു പ്രോപ്പർട്ടി ആയിട്ടോ അല്ലെങ്കിൽ ഒരു തിയറായിട്ടോ നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് ഡിവിഷൻ റിലേഷൻ. സോ എ ഈസ് ഈക്വൽ ടു ക്യൂ ടൈംസ് എൻ പ്ലസ് ആർ, where A is divided by n and we will get the quotient Q and remainder R. അപ്പോൾ ഇതാണ് ഡിവിഷൻ റിലേഷൻ. ഇനി ആ റിലേഷനെ നമ്മൾ സെറ്റുമായിട്ട് ലിങ്ക് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവിഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ 2 റെസ്ട്രിക്ഷൻസ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഈ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഡിവൈസർ മസ്റ്റ് ബി എ പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ എ എന്ന് പറഞ്ഞ നമ്പറിനെ എൻ വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിവൈസർ എന്തായിരിക്കണം, ഇറ്റ് മസ്റ്റ് ബി പോസിറ്റീവ്, ദാറ്റ് ഈസ് എൻ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെറ്റ് തന്നെയാണ് ഈ മുകളിലും താഴെയും കാണുന്ന സെറ്റ്, ദാറ്റ് എ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ഇതിൽ നിന്ന് നമ്മൾ എ കൺസിഡർ ചെയ്തു, ഒരു എലമെൻറ്റിനെ ചൂസ് ചെയ്യുന്നു, ആ എലമെൻറ്റിനെ നമ്മൾ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, എൻ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്നിൻ്റെ റെസ്ട്രിക്ഷൻ എന്താണ് പറഞ്ഞേക്കുന്നത്, എൻ മസ്റ്റ് ബി പോസിറ്റീവ്. അപ്പോൾ എ ഈക്വൽ ടു ക്യൂ ടൈംസ് എൻ പ്ലസ് ആർ. ഇനി സെക്കൻഡ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ദ റിമൈൻഡർ മസ്റ്റ് ബി എ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ. ആറിൻ്റെ വാല്യൂ ഇറ്റ് മസ്റ്റ് ബി നോൺ നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം നമുക്ക് ആറിന് കിട്ടേണ്ടത്. അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്ന കോഷ്യൻ്റെ ഏത് സെറ്റിലുണ്ടാവണം, നമ്മളെ സെയിം ഇസഡ് എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റിയിലെ മെമ്പർ ആയിരിക്കണം. ആറ് എന്ന് പറഞ്ഞത് ഒരു നോൺ നെഗറ്റീവ് നമ്പർ ആയിരിക്കണം. അപ്പോൾ ഡിവിഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 2 റെസ്ട്രിക്ഷൻ, എൻ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ 0, അതുപോലെ ആറും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. ഇനി നമ്മൾ ഈ ഡിവിഷൻ റിലേഷന് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ നമ്പർ എ ഈക്വൽ ടു ക്യൂ ടൈംസ് എൻ പ്ലസ് ആർ. ഇപ്പോൾ എ നമ്മളുടെ ഇസഡ് സെറ്റിലെ മെമ്പറാണ്, അതിനെ നമ്മൾ ഈ ഡിവിഷൻ റിലേഷൻ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാണ്. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഇതിൽ പോസിബിൾ ആണ് നമ്മൾ പറഞ്ഞു ഇസഡ് സെറ്റിൽ. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ വാല്യൂ എന്താവാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അപ്പോൾ ആ 2 കേസുകളാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. സോ ഇൻ കേസ് ഓഫ് എ പോസിറ്റീവ് എ, we need to move q into n units to the right and then move extra r units in the same direction. ഫസ്റ്റ് കാണുന്നതാണ് നമ്മൾ പോസിറ്റീവ് എയുടെ കേസ്. നമ്മൾ നമ്പർ ലൈനിൽ ആ റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുക, ഡിവിഷൻ റിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഡിവിഷൻ റിലേഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എ ഈക്വൽ ടു ക്യൂ ടൈംസ് എൻ പ്ലസ് ആർ. അപ്പോൾ ഇവിടെ നമ്മളുടെ എ എന്ന് പറഞ്ഞാൽ 255 ആണ്. ഈ 23 എന്ന് പറഞ്ഞ കോഷ്യൻ, എന്ന് പറയുന്നത് 11, റിമൈൻഡർ ഈസ് 2. അപ്പോൾ പോസിറ്റീവ് എയുടെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ലൈനിൽ 0 എന്ന് സ്റ്റാർട്ട് ചെയ്യുക. എങ്ങോട്ടേക്ക് പോകണം, ഇത് ക്യൂ ഇൻറ്റു എൻ ആണ് ഈ കാണിച്ചേക്കുന്നത്. സോ ക്യൂ ടൈംസ് എൻ വരെ പോവുക. സോ 0, ഇവിടെ എൻ വന്നു, 2n, 3n എക്സെട്രാ, അവിടെ എവിടെ വരെ പോയി, ക്യൂ ടൈംസ് എൻ വരെ പോയി.
ഇനി ക്യൂ ടൈംസ് n ആകുമ്പോൾ നമ്മൾ ഇത്രയും 23 × 11 നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? അതിൻ്റെ കൂടെ റിമൈൻഡർ കൂടി ആഡ് ചെയ്യണം. സോ ക്യൂ ടൈംസ് എന്നിൻ്റെ കൂടെ 6 യൂണിറ്റ്സ് കൂടെ നമ്മൾ റൈറ്റിലേക്ക് മൂവ് ചെയ്താൽ നമ്മൾ എവിടെ എത്തും? നമ്മളുടെ എയിലെത്തും. സോ ഇൻ ദ കേസ് ഓഫ് പോസിറ്റീവ് എ വി നീഡ് ടു മൂവ് q × n യൂണിറ്റ്സ് ടു ദ റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എത്തി. ആൻഡ് ദെൻ മൂവ് എക്സ്ട്രാ 6 യൂണിറ്റ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഉണ്ടോ? 6 ഇൻ ദ സെയിം ഡയറക്ഷൻ ടു ദ റൈറ്റ്. നമ്മളവിടെ എത്തി എ എന്ന് പറഞ്ഞ വാല്യൂവിലെത്തി. സോ എ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ഈക്വലൻ ടു q × n + r. അപ്പോൾ നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് എയുടെ കേസ്. നമ്മൾ 2 റെസ്ട്രിക്ഷൻ ആയിരുന്നു പറയുന്നത്. എന്തൊക്കെയായിരുന്നു? എന്നും റിമൈൻഡറും പോസിറ്റീവ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ 11 പോസിറ്റീവാണ്, നമ്മുടെ റിമൈൻഡർ 2ഉം പോസിറ്റീവാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്ന കേസ് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കേസിൽ. ഇൻ ദ കേസ് ഓഫ് നെഗറ്റീവ് എയും വരാം. എന്തുകൊണ്ടാണ്? ഈ എ എന്ന് പറയുന്നത് ഇസഡ് എന്ന് പറഞ്ഞ സെറ്റിലെ മെമ്പറായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞ സെറ്റ് എന്താണ്? സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ് ഫ്രം -∞ ടു +∞ ആണ്. അപ്പോൾ അതിൽ നെഗറ്റീവ് നമ്പേഴ്സും വരാം. സോ -a വരുന്ന കേസിലാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി -255 കൺസിഡർ ചെയ്യുക. അപ്പോൾ -255 നമുക്ക് ഇങ്ങനെ എഴുതാം: -23 × 11 + -2. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും? ഇതാണ് നമ്മളുടെ ക്വോഷ്യൻ, ദാറ്റ് ഈസ് -23. n = 11. റിമൈൻഡറിൻ്റെ വാല്യൂ എന്താണ്? -2 ആണ്. നമ്മുടെ 2 റെസ്ട്രിക്ഷൻസ് നമ്മൾ പറഞ്ഞാൽ എന്തായിരുന്നു? എന്നും പോസിറ്റീവ് ആയിരിക്കണം, റിമൈൻഡറും പോസിറ്റീവ് ആയിരിക്കണം. എന്നിൻ്റെ വാല്യൂ 11 ആണ്, ഇറ്റ്സ് പോസിറ്റീവ്. ഈ റിമൈൻഡറിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? നെഗറ്റീവാണ്. ദാറ്റ് ഈസ് ഇതിനെ നമ്മൾ പോസിറ്റീവാക്കി മാറ്റണം. പോസിറ്റീവാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രിമെൻറ്റ് q/1 ആൻഡ് ആഡ് ദ വാല്യൂ ഓഫ് n to r ടു മേക്ക് ഇറ്റ് പോസിറ്റീവ്. അപ്പോൾ ഈ കോഷ്യൻറ്റിൻ്റെ വാല്യൂ ഒന്ന് കുറയ്ക്കുക. അപ്പോൾ -23 ആയിരുന്നു എന്താക്കി മാറ്റി? -24 ആക്കി മാറ്റി. ഇനി ആൻഡ് ആഡ് ദ വാല്യൂ ഓഫ് n to r. നമ്മുടെ റിമൈൻഡർ എന്തായിരുന്നു? -2 ആയിരുന്നു. -2ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ ആഡ് ചെയ്യുക. സോ -2 + 11 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. അപ്പോൾ ഈ വാല്യൂ എന്തായിട്ട് മാറി? പോസിറ്റീവായിട്ട് മാറി. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ റിലേഷനെ റെസ്ട്രിക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മുടെ റിലേഷനെ ചെറിയ രീതിയിൽ നമ്മൾ മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ നോർമലി ഡിവിഷൻ റിലേഷൻ റെപ്രസെൻറ്റ് ചെയ്യുക. 6 നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്ക് നെഗറ്റീവായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ നെഗറ്റീവ് ആയിരിക്കുമ്പോൾ നമുക്കതിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് q/1 ആൻഡ് ആഡ് ദ വാല്യൂ ഓഫ് n to r ടു മേക്ക് ഇറ്റ് പോസിറ്റീവ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഈ താഴെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താ ചെയ്തേക്കുന്നത് നോക്കിയേ. ഇൻ കേസ് ഓഫ് നെഗറ്റീവ് എ വി നീഡ് ടു മൂവ് q-1 × n യൂണിറ്റ്സ്. ഇപ്പോൾ ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ എന്താ ചെയ്തത്? 1 വെച്ച് കുറച്ചു. ആക്ച്വൽ ക്വസ്റ്റ്യൻ -23 ആയിരുന്നു, അതിനെ നമ്മൾ 1 കുറച്ചിട്ടാണ് ഇവിടെ -24 ആക്കി. സോ ക്യൂവിനെ q-1 ആക്കി. സോ q-1 × n. അപ്പോൾ ഫസ്റ്റ് നമ്മൾ q-1 × n യൂണിറ്റ്സ് അങ്ങോട്ടേക്ക് പോകണം? ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം, ബിക്കോസ് ദ നമ്പർ ഈസ് നെഗറ്റീവ്. സോ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്തു, നെഗറ്റീവ് സൈഡിലേക്ക് നമ്മൾ പോകുന്നു. -n, -2n എക്സെട്ര അപ് ടു qn-ലെത്തി. അവിടെ നിന്ന് q-1. ഇതാണ് നമ്മളുടെ q-1 എന്ന് കരുതുക. ഇതാണ് qn. അപ്പോൾ വി നീഡ് ടു മൂവ് q-1 × n യൂണിറ്റ്സ് ടു ദ ലെഫ്റ്റ് ആൻഡ് ദെൻ മൂവ് r യൂണിറ്റ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇത് നെഗറ്റീവ് സൈഡിലേക്കാണ് പോകുന്നത്, ഇവിടെ നമ്മൾ പോസിറ്റീവാണ് ആഡ് ചെയ്യുന്നത്. സോ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായി? അത് റൈറ്റിലേക്കായി. സോ ഫസ്റ്റ് 0-ൽ നിന്ന് q-1 ടൈംസ് n വരെ എത്തുക. അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യുക? 6 കൂടി ആഡ് ചെയ്യുക. ആൻഡ് ആഡ് ദ വാല്യൂ ഓഫ് n to r. നമ്മൾ പോസിറ്റീവ് ആക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്തത്? r-ൻ്റെ വാല്യൂ ആണ് ആഡ് ചെയ്തത്. സോ q-1 ടൈംസ് n-ലേക്ക് എത്തി, ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ട് ദെൻ മൂവ് r യൂണിറ്റ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു, ദെൻ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യേണ്ടത് q-1 × n യൂണിറ്റ്സ് വരെ, ബിക്കോസ് നമ്മൾ ഈ ഒരു റിലേഷനിലെ റെസ്ട്രിക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ക്യൂവിനെ 1 വെച്ച് ഡിക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് q-1 × n വരെ നമ്മൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇനി അവിടെ എത്തിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ഈ റിമൈൻഡറിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? എന്നിൻ്റെ നമ്മൾ ആഡ് ദ വാല്യൂ ഓഫ് n to r. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് വി ആഡ് ദ വാല്യൂ ദെൻ മൂവ് r യൂണിറ്റ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ദിസ് ഈസ് ഹൗ we represent the graph of division relation in the case of positive a and also negative a. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിവിസിബിലിറ്റി. ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിവിഷൻ റിലേഷൻ തന്നെ a = q × n + r. ഇതിൽ r 0 ആയി എന്ന് വെക്കാം. അപ്പോൾ നമ്മുടെ റിലേഷൻ എന്തായിട്ട് മാറി? a = q ടൈംസ് n ആയിട്ട് മാറി. ഇനി a ഒരു നോൺ സീറോ എലമെൻ്റ് ആണെങ്കിൽ ഈ റിലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഈ റിലേഷൻ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. n ഡിവൈഡ്സ് a. ഈ n വെച്ച് നമുക്ക് എന്തിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും? a ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓർ n ഈസ് എ ഡിവൈസർ ഓഫ് a. ഓർ a ഈസ് ഡിവിസിബിൾ ബൈ n. a നമുക്ക് n വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും.
ഇതെല്ലാം നമുക്ക് r = 0 എന്ന കേസിൽ നമുക്ക് ഡയറക്റ്റ്ലി പറയാൻ പറ്റുള്ളൂ. ഇനി ഈ ഡിവിഷൻ റിലേഷന് A ഡിവൈഡ്സ് B എന്നുള്ള റിലേഷൻ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിളാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. A ഡിവൈഡ്സ് 1. അപ്പോൾ ഇത് A/1 എന്നല്ല വായിക്കേണ്ടത്, A ഡിവൈഡ്സ് 1 എന്നാണ് വായിക്കേണ്ടത്. സോ ഡിവിഷൻ റിലേഷൻ്റെ 4 പ്രോപ്പർട്ടീസാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. ഇഫ് A ഡിവൈഡ്സ് 1 ദെൻ A = +1 or -1. അപ്പോൾ A 1 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പർ എന്തായിരിക്കണം? ഒന്നുകിൽ +1 ആയിരിക്കണം അല്ലെങ്കിൽ -1 ആയിരിക്കണം. ഇനി സെക്കൻഡ് കേസിൽ ഇഫ് A ഡിവൈഡ്സ് B ആൻഡ് B ഡിവൈഡ്സ് A ദെൻ A = +B or -B. അപ്പോൾ A Bയെ ഡിവൈഡ് ചെയ്യും, അതുപോലെ B Aയെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ Aയും Bയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ തേർഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇഫ് A ഡിവൈഡ്സ് B ആൻഡ് B ഡിവൈഡ്സ് C ദെൻ A ഡിവൈഡ്സ് C. നമ്മുടെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി. A ഡിവൈഡ്സ് B ഉണ്ട്, അതുപോലെ B ഡിവൈഡ്സ് C ഉണ്ട്. അങ്ങനെയാണെങ്കിൽ A ഡിവൈഡ്സ് Cയും ട്രൂ ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. 3 ഡിവൈഡ്സ് 15 നമുക്കറിയാം, 15/3 നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 15 ഡിവൈഡ്സ് 45. അപ്പോൾ A ഡിവൈഡ്സ് B ആയി, ഇവിടെ B ഡിവൈഡ്സ് C ആയി. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാമെന്നാണ് പറഞ്ഞത്? A ഡിവൈഡ്സ് C ഈസ് ട്രൂ. അപ്പോൾ Aയുടെ വാല്യൂ 3 ആണ്, Cയുടെ വാല്യൂ 45 ആണ്. സോ 3 ഡിവൈഡ്സ് 45. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇഫ് A ഡിവൈഡ്സ് B ആൻഡ് A ഡിവൈഡ്സ് C ദെൻ A ഡിവൈഡ്സ് M × B + N × C. ഈ M എന്ന് പറഞ്ഞാൽ ആർബിട്രറി ഇൻറ്റീജർ വാല്യൂസ്. അപ്പോൾ A ഡിവൈഡ്സ് B, അതുപോലെ A ഡിവൈഡ്സ് C. അങ്ങനെയാണെങ്കിൽ A നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ബിയുടെയും സിയുടെയും ഒരു ലീനിയർ കോമ്പിനേഷനെയും ഡിവൈഡ് ചെയ്യും, എല്ലാ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ A ഡിവൈഡ്സ് B ട്രൂ ആണ്, അതുപോലെ A ഡിവൈഡ്സ് Cയും ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ A ഡിവൈഡ്സ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് B ആൻഡ് C. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. A ഡിവൈഡ്സ് B, ദാറ്റ് ഈസ് 3 ഡിവൈഡ്സ് 15. അതുപോലെ A ഡിവൈഡ്സ് C, 3 ഡിവൈഡ്സ് 9. ഈ കേസിൽ Aയുടെ വാല്യൂ 3 ആണ്, B = 15 ആൻഡ് C = 9. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? A ഡിവൈഡ്സ് M × B + N × C. ദാറ്റ് ഈസ് 3 ഡിവൈഡ്സ് 15 × 2 + 9 × 4. ഈ 2ഉം 4ഉം നമുക്ക് ഇവിടെ നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന M ആൻഡ് Nൻ്റെ വാല്യൂ, രണ്ട് ആർബിട്രറി ഇൻറ്റീജേഴ്സ്. ഇത് 2ഉം 4ഉം തന്നെ വേണമെന്നൊന്നുമില്ല, ഏത് ഇൻറ്റീജേഴ്സ് വേണമെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ 2ഉം 4ഉം ആയിട്ടാണ് ചൂസ് ചെയ്തേക്കുന്നത്. സോ 15 × 2 എന്ന് പറയുമ്പോൾ 30 വരും, 9 × 4 36 വരും. സോ 3 ഡിവൈഡ്സ് 66. So that's all of divisibility property. Next we'll consider divisors. അപ്പോൾ ഒരു പോസിറ്റീവ് ഇൻറ്റീജേഴ്സിന് ഒന്നോ അതിൽ കൂടുതലോ ഡിവൈസേഴ്സ് പോസിബിൾ ആണ്. ഇപ്പോൾ 32 എന്ന് പറഞ്ഞ നമ്പർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് ഈ ഡിവൈസേഴ്സ് എല്ലാം പറ്റും. 1 വെച്ച് ഡിവൈഡ് ചെയ്യാം, 2 വെച്ച് ഡിവൈഡ് ചെയ്യാം, 4 വെച്ച്, 8 വെച്ച്, 16 വെച്ച്, 32 വെച്ചൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 6 ഡിവൈസേഴ്സ് അതിനുണ്ട്. ഈ ഡിവൈസേഴ്സിനെ ബേസ് ചെയ്ത് രണ്ട് പ്രോപ്പർട്ടി പറഞ്ഞേക്കുന്നത് ദ ഇൻറ്റീജർ 1 ഹാസ് ഓൺലി 1 ഡിവൈസർ ഇറ്റ് സെൽഫ്. അപ്പോൾ 1 നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് 1 മാത്രമേ ഡിവൈസറായിട്ട് ഉണ്ടാവുള്ളൂ. ഇനി സെക്കൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എനി പോസിറ്റീവ് ഇൻറ്റീജർ ഹാസ് അറ്റ്ലീസ്റ്റ് 2 ഡിവൈസേഴ്സ് 1 ആൻഡ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഏതൊരു പോസിറ്റീവ് നമ്പറിനും മിനിമം 2 ഡിവൈസേഴ്സ് ഉണ്ടായിരിക്കും. ഒന്നെന്തായിരിക്കും? 1 ആയിരിക്കും. രണ്ടാമത്തെ എന്തായിരിക്കും? ആ നമ്പർ തന്നെയായിരിക്കും. ഈ കേസിൽ കണ്ടോ, 32ൻ്റെ കേസിൽ 1ഉം ഉണ്ട് 32 ഉണ്ട്, ബാക്കിയുള്ളത് എക്സ്ട്രാ ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 ഡിവൈസർ ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 1ഉം 32 എങ്കിലും 32ൻ്റെ ഡിവൈസേഴ്സ് ആയിരിക്കും. അപ്പോൾ 2 ഉണ്ടാവാൻ പാടുള്ളൂ എന്നില്ല, അതിൽ കൂടുതലും ഉണ്ടാവാം, പക്ഷേ മിനിമം 2 ഉണ്ടാവണം. നെക്സ്റ്റ് ഈസ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. അപ്പോൾ ഈ ഡിവൈസേഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഈ പ്രോപ്പർട്ടി എന്താണെന്നുള്ളത്. അപ്പോൾ ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മളൊരു പർട്ടിക്കുലർ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പറിനെയാണ് നമ്മൾ ഡിവൈസർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് 2 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഈസ് ദ ലാർജസ്റ്റ് ഇൻറ്റീജർ ദാറ്റ് ക്യാൻ ഡിവൈഡ് ബോത്ത് ഇൻറ്റീജേഴ്സ്. അപ്പോൾ 2 പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ GCD എന്ന് പറഞ്ഞാൽ ആ 2 എണ്ണത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് വാല്യൂ, ലാർജസ്റ്റ് ഇൻറ്റീജർ, അതായിരിക്കും GCD എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ 12, 14 എന്ന് പറഞ്ഞ 2 നമ്പേഴ്സ്, 12ഉം 140 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിവൈസേഴ്സാണ് 1ഉം 2ഉം 4ഉം. അപ്പോൾ ഈ 3 നമ്പേഴ്സ് ഉപയോഗിച്ച് ഇതിനെ 2നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ കോമൺ ഡിവൈസേഴ്സിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളത്, ദാറ്റ് ഈസ് 4. അപ്പോൾ ഈ 2 നമ്പേഴ്സിൻ്റെ GCD എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 4. സോ GCD എന്ന് പറഞ്ഞാൽ 2 പോസിറ്റീവ് ഇൻറ്റീജേഴ്സിനെ ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലാർജസ്റ്റ് വാല്യൂ. So that's all of integer arithmetic.